അതുപോലെ തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആദർശ പോരാട്ടത്തിൽ തൗഹീദും ഷിർക്കും ഈ അവർക്കിടയിൽ അന്ധവിശ്വാസങ്ങളും എതിർത്തപ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതേപോലെ തന്നെ പരിഹസിച്ചത് മാത്രമല്ല, അദ്ദേഹത്തിന് ആളില്ല എന്നാണ് പറയുന്നത്. ആരാ അവൻ്റെ കൂടെ ഉള്ളത്? കുറേ ദരിദ്രന്മാർ അല്ലേ, കുറേ അടിമകൾ. എന്നാൽ ഞങ്ങളെ കൂടെ ഉള്ളത് ആരാ? നല്ല നല്ല ധനാഢ്യന്മാരും വലിയ വലിയ പ്രമാണിമാരും കുറേശികളും. ഇത് മക്കാ മുശ്രിക്കുകളുടെ നിലവാരമാണ് കൂട്ടരെ. നിങ്ങൾ ചെയ്യുന്നത് മക്കാ മുശ്രിക്കുകളുടെ നിലവാരമാണ്. ഇത് ബുദ്ധിയുള്ള മനുഷ്യന്മാർ കാണും കേൾക്കും ചെയ്യുമ്പോൾ എന്താ അവർ മനസ്സിലാക്കുക? ഏതെല്ലാം ചാനലിൽ ആരത് പരിശോധിച്ചാലും ഇതുപോലെ തന്നെ ഉണ്ടാവില്ലേ? അപ്പോൾ കുറേ ആളുകൾ നിറഞ്ഞു നിൽക്കുക എന്നുള്ളത് സത്യത്തിൻ്റെ അടയാളമാണെങ്കിൽ ക്രിസ്ത്യാനികളല്ലേ ഇവിടെ ഏറ്റവും വലിയ സത്യത്തിൻ്റെ കക്ഷി എന്ന് പറയേണ്ടി വരില്ലേ? മാത്രമല്ല നരകത്തിൽ പോകുന്നത് അല്ലാഹു തആല പറഞ്ഞത് എന്താ? ഭൂരിപക്ഷം നരകത്തിലാണെന്നാ. അപ്പം നരകത്തിൽ പോകുന്നവരാണോ ഭൂരിപക്ഷം എന്നുള്ളതുകൊണ്ട് അവർ സത്യമാകണത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 കൊല്ലം നടത്തി, ആകെ കിട്ടിയത് 50 ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദാവത്ത് മോശമാണെന്നാ? അല്ല, നിങ്ങൾ ഈ എ പി സുന്നികളെ പോലെ ആദർശം കൊണ്ട് നേരിടാൻ കഴിയാതെ ഇങ്ങനത്തെ ഓലപ്പാമ്പുകൾ കളിച്ചാൽ, ഇത് പല ഗ്രൂപ്പിലും നിങ്ങളെ കുഞ്ഞാളുകളിട്ട് ഫോർവേഡ് ചെയ്താൽ എൻ്റെ ഈ വോയിസും ഫോർവേഡ് ചെയ്യൂലേ? അപ്പോൾ നിങ്ങളെക്കുറിച്ച് മോശമായ നിലപാടിലുണ്ടാകുക. അപ്പോൾ ഞാൻ നിങ്ങളെക്കുറിച്ച് പറഞ്ഞ ഓരോ തെളിവുകളും ശക്തമായി അവിടെ നിലനിൽക്കുകയാണ്. അതിനെതിരെ നിങ്ങൾക്ക് ഒന്നും പറയാനില്ല. നിങ്ങളെ നേതാക്കന്മാർ പോലും എൻ്റെ പേര് മിണ്ടുന്നില്ല, കേസ് കൊടുക്കാൻ ധൈര്യമില്ല. പി എൻ അബ്ദുൽ ലത്തീഫ് മദനി പോലും ബാലുശ്ശേരിൻ്റെ തൊള്ള പൊത്തി. കാരണം അവർക്കറിയാം അവരുടെ കുടുംബങ്ങളാണ് ഈ സാഹചര്യങ്ങാടി എന്നെപ്പോലെ 10-12 ചികിത്സകന്മാർ വിശ്വത്തിനുള്ളിൽ തന്നെയുള്ള കാലത്ത് കൊണ്ടുനടന്നത്. ഈ അടിച്ചിറക്കലും ചവിട്ടിയിറക്കലും സീറ് കണ്ടെത്തലും ഛർദ്ദിപ്പിക്കലും ഈ സ്പ്രെയർ കൊണ്ട് ഖുറാനത് വെള്ളമടിക്കലും ഖുറാനത് വെള്ളം കുടിക്കലും വിഞ്ഞാനത്തിൽ ഇതെല്ലാം നിങ്ങളാളുകൾ പറഞ്ഞു പഠിപ്പിച്ചതാണ്. അതിൻ്റെ പേരിലാണ് ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ ചികിത്സിച്ചത്. അത് സത്യസന്ധമാണ്, ജനങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട്. അതിന് തെളിവ് തരാൻ കഴിയാതാകുമ്പോൾ നിങ്ങൾ ഈ രൂപത്തിലുള്ള വളരെ വൃത്തികെട്ട എന്താ പറയുക മോശപ്പെട്ട ശൈലി ഇത് നിങ്ങൾ എല്ലായിടത്തും ഇടണം എന്നാണ് പറയാനുള്ളത്. എൻ്റെ വോയിസ് ഉൾപ്പെടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആളുകളെല്ലാം കേൾക്കട്ടെ, എൻ്റെ ചാനൽ ആളുകൾ പരിചയപ്പെടട്ടെ. മാഷാ അല്ലാ, എനിക്കത് മതി, സന്തോഷമാണ് കേട്ടോ. കാരണം ഞാൻ നിങ്ങളെ കൂടെ നിന്ന് പോകുന്ന ആളാണ്. ആളുകൾ എന്നെക്കുറിച്ച് അറിയുന്നുള്ളൂ, ഞാൻ വേറെ വിഷയങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. കേരളം മൊത്തം വിദേശത്തൊക്കെ വ്യാപകമായിട്ടുണ്ട് അൽഹംദുലില്ലാ. ഇനി നിങ്ങൾ ഇത്തരത്തിലുള്ള നിലവാരം കുറഞ്ഞ പണി ചെയ്യുമ്പോൾ കൂടുതൽ ഹൈറായി. കാരണം എം ടി വിഷൻ ആരിഫ്, ഹാരിസ് എടക്കര, അനീഫ കല്ലമ്പാറ, അതേപോലെ തന്നെ ഈ ഫൈസൽ, ഇങ്ങനത്തെ ആളുകളൊക്കെ കൂടി തീരുമാനിച്ചിട്ടാണ് അപ്പോൾ ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് എന്ത് ചെയ്യണം, ഇടണം. അപ്പോൾ നിങ്ങളുടെ നിലവാരം ആളുകൾ മനസ്സിലാക്കിക്കോളും. ഇവരുടെ കയ്യിൽ പറയാനൊന്നുമില്ല, മറുപടി പറയുന്നില്ല, സമ്പാദന ഏറ്റെടുക്കുന്നില്ല, കേസും കൊടുക്കുന്നില്ല. പിന്നെ എന്താണ് എന്ന് ജനങ്ങൾ ചിന്തിച്ചോളും. ഓക്കെ, അൽഹംദുലില്ലാ. ഞാൻ എങ്ങനെ ഈ ജനങ്ങൾക്കിടയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. എങ്ങനെ ലൈവായിട്ട് ഈ സംസാരങ്ങൾ ജനങ്ങളിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അത് അല്ലാഹു തആല എനിക്ക് നിങ്ങളിലൂടെ തന്നെ മാഷാ അല്ലാഹ് തരികയാണ്. എനിക്കൊരു ചിലവില്ല. ഞാൻ വീഡിയോ വിട്ടാൽ മതി, നിങ്ങളെ ആൾക്കാരെന്നെ എന്ത് ചെയ്യും, അത് പബ്ലിഷ് ആക്കും. അപ്പോൾ അല്ലാഹു തആല ശത്രുക്കളെ കൊണ്ട് ദീനിനെ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇസ്ലാം പ്രസ്ഥാനത്തിനെയും സാജിദ്രങ്ങാട് പറഞ്ഞ വിഷയത്തെയും നിങ്ങളിലൂടെ തന്നെ അല്ലാഹു തആല എന്ത് ചെയ്യാണ്, അത് പ്രൊമോട്ട് ചെയ്യാണ്. മതി, സന്തോഷം, അൽഹംദുലില്ലാ. നിങ്ങൾ ഇനിയും തുടരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും.